ബിഷപ്പ് ഹൌസിന് മുന്നിൽ വീണ്ടും സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. തത്സമയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇവിടെ പോലീസും വിമത വിഭാഗവും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, നമുക്കറിയാം രാവിലെ മുതൽ തുടങ്ങിയ സംഘർഷ സാഹചര്യമാണ്. ഇപ്പോൾ വീണ്ടും അത് കടുക്കുന്നു എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം. ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഇവിടെ മാറിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തുകയും ബിഷപ്പ് ഹൌസിന്റെ ഗേറ്റിന് മുന്നിൽ ബാരിക്കേഡുകൾ വെക്കാൻ ശ്രമിച്ചതുമാണ് ഇപ്പോൾ പെട്ടെന്നുള്ളൊരു പ്രകോപനത്തിന് കാരണം വിശ്വാസികൾ പുറത്ത് തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. കാരണം അകത്ത് നടക്കുന്ന ചർച്ച അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അതെന്താണ് എന്നറിയുന്നതിന് വേണ്ടി കൂടുതൽ വിശ്വാസികൾ ഇവിടേക്ക് എത്തിയിരുന്നു. അതിനിടയിലാണ് പോലീസ് ബാരിക്കേഡുകൾ കൊണ്ടുവരികയും ഗേറ്റിന് മുൻവശത്ത് നിരത്താൻ ശ്രമിക്കുകയും ചെയ്തത്. അത് കൂടുതൽ പ്രകോപനപരമായിരുന്നു. വിശ്വാസികൾ ഒരുമിച്ച് ഇത് തള്ളി നീക്കി ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പോലീസുമായുള്ളൊരു വാക്കേറ്റത്തിലേക്ക് അത് കലാശിച്ചിരിക്കുന്നു. കൂടുതൽ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അകത്ത് സബ് കളക്ടറും DCPയും ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചർച്ചകൾ പുരോഗമിക്കുകയുമാണ്. അതിന്റെ ഒരു വിശദാംശങ്ങൾ ഇവിടേക്ക് വന്നിട്ടില്ല. എന്താണ് അതിന്റെ ഒരു ചർച്ചയുടെ ഫലം എന്നത് ഇതുവരെയും അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. വിശ്വാസികൾ പോലീസ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യവുമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. കൂടുതൽ പേർ കൂടുതൽ ഇടവകകളിൽ നിന്ന് കൂടുതൽ വിശ്വാസികളും വൈദികരും സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. രാവിലെ കണ്ടതിനേക്കാൾ കൂടുതൽ കലുഷിതമാകുന്ന സാഹചര്യത്തിലേക്ക് ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് ആസ്ഥാനത്തിന് മുന്നിലെ കാഴ്ചകൾ ഇപ്പോൾ ഇതെല്ലാമാണ്. ഏതു സമയവും ഗേറ്റ് അത് തുറന്നുകൊണ്ട് വിശ്വാസികൾ അകത്തേക്ക് കയറിയേക്കാം എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അകത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ആവശ്യം വൈദികർ ഇവിടെ രാവിലെ സമരം ചെയ്തിരുന്ന വൈദികർ ഇവിടെ നിന്ന് ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു. അവരെ തിരികെ ബിഷപ്പ് ഹൌസിലേക്ക് ഇരുത്താനായിട്ട് അവരെ അനുവദിക്കണം എന്നതാണ് ഇപ്പോൾ പ്രധാന ആവശ്യവുമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ആവശ്യം അംഗീകരിക്കണമെന്നാണ് ഇവർ പറയുന്നത്. അല്ല എങ്കിൽ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോകും. തങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല എന്നാണ് അവർ പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ പോലീസ് വളരെ ബലം പ്രയോഗിച്ചുകൊണ്ട് വിശ്വാസികളെ ഈ ബിഷപ്പ് ഹൌസിന് മുന്നിൽ നിന്ന് തള്ളിമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് അകത്ത് നടത്തുന്ന ചർച്ച എന്നത് സംബന്ധിച്ച് ഇതുവരെയും അതിന്റെ ഒരു വിശദാംശങ്ങൾ സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടുമില്ല. എന്തായാലും ഈ ഒരു സംഘർഷ സാഹചര്യം ഇവിടെ തുടരുകയാണ്. ഏത് സമയവും അത് കൈവിട്ടു പോകാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇതിനു മുൻപൊന്നും ഇത്തരം ഒരു കലുഷിതമായ അവസ്ഥയിലേക്ക് പോയിട്ടില്ല. കാരണം പലതരം വിവാദങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിറോ മലബാർ സഭയിൽ പ്രത്യേകിച്ച് ഇതിൽ ഉണ്ടായിരുന്നു. കുർബാന തർക്കം, അതിനു മുൻപ് ഭൂമി വിവാദം തുടങ്ങിയ വിഷയങ്ങളിൽ നേരിട്ട കർദിനാളുമായി മേജർ ആർച്ച് ബിഷപ്പുമായി നേരിട്ട് യുദ്ധം പ്രഖ്യാപിച്ച രീതിയിലായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വലിയ വിഭാഗം വൈദികർ. പരസ്യമായി അവർ തെരുവിലിറങ്ങുകയും ഇവിടേക്ക് പ്രതിഷേധ റാലിയെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. അന്നൊന്നും ഇത്ര കലുഷിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം മുതലാണ് ഇത് കുറച്ചുകൂടി ഒരു പ്രത്യക്ഷപരമായ സമരത്തിലേക്ക് എല്ലാം തന്നെ നീങ്ങി തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം വിശ്വാസികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരുന്നു. ഇതിനുശേഷമാണ് വൈദികർ ഇതിനകത്ത് പ്രാർത്ഥനായജ്ഞം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. ഇതിൽ വലിയ തിരുത്തു വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സഭാ നേതൃത്വത്തിൽ തിരുത്തു വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ വിശ്വാസികൾ പ്രതിഷേധിച്ചത്.
ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അവർ അകത്തേക്ക് കയറുകയാണ്. അവർ ഒരുമിച്ച് ഇതിനകത്തേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. പോലീസ് അവരെ കയറ്റിവിട്ടില്ലെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്ന് വിശ്വാസികൾ പറയുന്നു. അവരിപ്പോൾ അകത്തേക്ക് വൈദികരോട് അകത്ത് കയറ്റിയില്ലെങ്കിൽ വിശ്വാസികൾ പ്രതിഷേധിക്കുമെന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. വൈദികർ ഇപ്പോൾ അകത്തേക്ക് കയറുകയാണ്. വൈദികർ അകത്തേക്ക് കയറുന്നു. വൈദികരെ തടഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വാസികൾ പറഞ്ഞിരിക്കുന്നു. ആ രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വൈദികരെ ഇതിനകത്തേക്ക് മുഴുവനായും വൈദികരെ അകത്തേക്ക് കയറ്റിവിട്ടിരിക്കുന്നു എന്നതാണ്. വൈദികരെ തടുക്കാനായിട്ട് ഇവിടെ ആദ്യഘട്ടത്തിൽ പോലീസ് തടുക്കുമെന്നുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ അതില്ല. ഇപ്പോൾ വൈദികരെ അകത്തേക്ക് കയറ്റിവിട്ടിരിക്കുന്നു എന്നതാണ്. വൈദികരെ ആരും തടയാനായിട്ട് ശ്രമിച്ചില്ല. പോലീസ് തടയാനായിട്ട് ശ്രമിച്ചുമില്ല. വൈദികർ ആ രീതിയിലേക്ക് തടഞ്ഞിരുന്നെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവായിരിക്കുന്നു എന്നതാണ്. വൈദികർ അകത്തേക്ക് കടന്നിരിക്കുന്നു. അതിനകത്ത് ചർച്ചകൾ നടക്കുകയാണ്. എന്തായാലും കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൌസിന് മുന്നിലുള്ളത്. നിരവധിയായ വിശ്വാസികൾ പല ദിക്കുകളിൽ നിന്നുമായി ഇവിടേക്ക് ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിശ്വാസികൾ സംഘടിച്ചുകൊണ്ട് ഇവിടേക്ക് വരികയും ചെയ്യുമാണ്. അവർ ഒരേ നിലപാട് പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി അവർക്ക് അനുകൂലമായുള്ള ഒരു സാഹചര്യമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉള്ളതെന്ന് അവർ പറയുന്നു. പലപ്പോഴും കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോഴുണ്ടാകുന്നത്. സിനഡ് സഭാ നേതൃത്വം ഒരുപോലെ ഇതിൽ പിടിമുറുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ വന്നിരിക്കുന്നത് വൈദികർക്കടക്കമുള്ള ശിക്ഷാ നടപടികളിലേക്കടക്കം കടക്കുമ്പോഴാണ് ഈ രീതിയിലേക്ക് പ്രതിഷേധിക്കാൻ നിർബന്ധിതരാകുന്നതെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ആ പ്രതിഷേധങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഇതിനു മുന്നിൽ കാണുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും സമാനതകളില്ലാത്ത ഒരന്തരീക്ഷത്തിലൂടെയാണ് സിറോ മലബാർ സഭ കടന്നു പോകുന്നത്. അത്രമേൽ കടുത്ത പ്രതിഷേധമാണ് ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിലുള്ളത്. ഇന്ന് സിനഡ് സമാപിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരുന്ന സിറോ മലബാർ സഭയുടെ ശീതകാല സിനഡ് സമാപിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചകൾ തന്നെ കുർബാന ഏകീകരണം സംബന്ധിയായ കാര്യങ്ങളിൽ ഇതുവരെയുള്ള ഒരു പുരോഗതി അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ചർച്ചകളിലേക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു അന്തിമമായ ഒരു തീരുമാനമടക്കം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ആ ഒരു തീരുമാനത്തിന്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നത്.